അല്ലാഹു 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 ബിന്നിസാ. പെണ്ണുങ്ങളെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണേ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ ആദ്യമായിട്ടും അവസാനമായിട്ടും പൊന്നു പെങ്ങളെ നിനക്ക് വേണ്ടിയാ ശബ്ദിച്ചത്. പരിശുദ്ധ റസൂൽ മക്ക എന്താ ആ ഒരു ഇരുണ്ട കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോ സുബ്ഹാനല്ലാഹ് പെണ്ണേ നിന്റെ അവസ്ഥ എന്തെന്നറിയോ? പിറന്നു വീഴുന്ന കുഞ്ഞ് പെൺകുഞ്ഞാണെന്നറിയുമ്പോ ജീവനോട് കുഴിച്ചു മൂടിയിരുന്ന കാട്ടാളന്മാരായ കാട്ടറബികളുടെ ഇടയിലേക്ക് അള്ളാന്റെ പരിശുദ്ധ റസൂൽ തൗഹീദിന്റെ മന്ത്രധ്വനികളുമായി കടന്നു വന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചില്ലയോ, വൈദാ ബുശ്ശിറഅതും ബിൽ ഉൻസാ വല്ല വജ്ഹു മുസ്വദ്ദൻ വഹുവ ഖദീം. പൊന്നു പെങ്ങളെ, പൊന്നുമോളെ, പൊന്നുമോളെ, നിന്റെ ജന്മം സന്തോഷ വാർത്തയായിട്ടാണ് ഖുർആൻ പഠിപ്പിച്ചത്. അല്ലാഹ് നിന്റെ ജന്മം സന്തോഷമായിട്ടാ പറഞ്ഞത്. നിന്റെ ഒരു ജന്മം ലോകത്തിന് സന്തോഷമാണെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയരേ, യതബാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്റ ബി അയംസികുഹു അലാ ഹൂനിൻ അം യദുസുഹു ഫിത്തുറാബ്. 6-ാം നൂറ്റാണ്ടിലെ ഇരുണ്ട യുഗത്തിലെ ജാഹിലിയ്യത്തിന്റെ മൂട് പറഞ്ഞ മൂട് വേടമടിഞ്ഞ അവിടുത്തെ ജനങ്ങൾ എന്താ ചെയ്തെന്നറിയോ? ആ പൊന്നുമോളങ്ങ് പ്രസവിച്ച് വീണാൽ ആ ഒരു ദുഃഖഭാരം കൊണ്ട്, വിഷമം കൊണ്ട്, പ്രയാസം കൊണ്ട് ഈ നാട്ടിൽ നിന്ന് നാട് വിടുകയാണോ? ഇവിടെ വെച്ച് ഓടിപ്പോവുകയാണോ? അതെല്ലാം മണ്ണ് മാന്തി കുഴിച്ചു മൂടുകയാണോ എന്ന് ചിന്തിച്ചിരുന്ന ജാഹിലിയ്യത്തിന്റെ കാലഘട്ടത്തിലാണ് ജാഹിലിയ്യത്തിന്റെ കാലഘട്ടത്തിലാണ് പ്രിയരെ, പൊന്നു പെങ്ങളെ, കുഴിച്ചു മൂടിയ കുഴിമാടത്തിന്റെ കത്തളങ്ങളിൽ നിന്ന് നിന്നെ ഉയർത്തിക്കൊണ്ടുവന്ന് ലോകത്തിന്റെ ഏറ്റവും മഹിതയായ ലോകത്തിന്റെ സ്വർഗത്തിന്റെ റാണിയാക്കി മാറ്റിയത് പൊന്നു പെങ്ങളെ. അങ്ങനത്തെ മുത്തുനബിയെ മറന്നുകൊണ്ട് ജീവിക്കില്ലേ? ആ മുത്തുനബിയാണ് ആദ്യത്തിലും അവസാനത്തിലും നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചത്. അള്ളാന്റെ പരിശുദ്ധ റസൂൽ എത്രത്തോളം പറഞ്ഞെന്നറിയോ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാന്റെ പരിശുദ്ധ റസൂൽ പറയോ, പൊന്നു പെങ്ങളെ, നീ പിറന്നു വീണപ്പോ നിന്റെ കുഴിമാടത്തിൽ നിന്ന് കൊണ്ടുവന്നു. പിന്നെ നിന്നെ കെട്ടിക്കാൻ പ്രായമായപ്പോ അള്ളാന്റെ പരിശുദ്ധ റസൂല് പറഞ്ഞില്ലേ, ഒരാൾക്ക് 3 പെൺമക്കൾ ഉണ്ടായിട്ട് അവർക്ക് ദീനീ ബോധം നൽകി അവരെ കെട്ടിച്ചയച്ചാൽ സുബ്ഹാനല്ലാഹ് അവൻ സ്വർഗത്തിലാണ്. ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിലാണെന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചെങ്കിൽ തീർന്നിട്ടില്ല. പിന്നെ നിന്നെ കെട്ടിച്ചുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോ നിനക്ക് ഏറ്റവും വലിയ സുരക്ഷിതത്വം നൽകിയിട്ട് ഖുർആൻ പറഞ്ഞില്ലേ, അർരിജാലു ഖവ്വാമൂന അലൽ നിസാ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്. പൊന്നു പെങ്ങളെ, നിന്നെ നോക്കാനുള്ള ഏറ്റവും അധികാരമുള്ളത് ഭർത്താവിനാണ്. ഭർത്താവ് നിന്നെ സംരക്ഷിക്കൽ ഭർത്താവിന്റെ ബാധ്യതയാണ്. അങ്ങനെ നിനക്ക് സംരക്ഷണം നൽകി അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ തീർന്നിട്ടില്ല. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആന്റെ പ്രഖ്യാപനങ്ങൾ അവസാനിച്ചിട്ടില്ല. നിനക്ക് വേണ്ടിയുള്ള മന്ത്രധ്വനികൾ തീർന്നിട്ടില്ല. നിനക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ അവസാനിച്ചിട്ടില്ല. നിനക്ക് വേണ്ടിയുള്ള സമരങ്ങൾ അവസാനിച്ചിട്ടില്ല. അള്ളാന്റെ പരിശുദ്ധ റസൂല് പറഞ്ഞു, പെങ്ങളെ, അൽ ജന്നത്തു തഹ്ത ഖദമിൽ ഉമ്മഹാത്. ഉമ്മ, പൊന്നു പെങ്ങളെ, നിന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്ന് സ്വർഗം പണിതില്ലേ? നിന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്ന് സ്വർഗം പണിതെങ്കില് പൊന്നു പെങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിനെ മറന്നുകൊണ്ട് അർത്തുല്ലസിച്ചുകൊണ്ട് ആഭാസങ്ങൾക്ക് പിന്നാലെ കുതിക്കുമ്പോ